Hello everyone, welcome back to my YouTube channel. ഇന്നത്തെ വ്ലോഗ് എൻ്റെ ആനുവൽ ലീവിൻ്റെ 9th and 10th ഡേ ആണ്. ഈവനിങ് ആയപ്പം ചായ കുടിച്ചിട്ട് നമ്മൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക് പോവാണ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. ഇന്ന് സാറ്റർഡേ ആയത് കാരണം അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ഡേ ആയിരുന്നു. നല്ല ട്രാഫിക് ആയിരുന്നു ആൻഡ് ഓൾസോ പോകുന്ന വഴിക്ക് ഇടയ്ക്കൊക്കെ മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ഷോപ്പിങ്ങിന് പോകാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു പേഴ്സണാണ്. പക്ഷേ ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഷോപ്പിങ്ങിന് പോയിട്ട് കണ്ടതെല്ലാം വാങ്ങുന്ന ഒരു പേഴ്സൺ അല്ല. ഓരോ സാധനങ്ങൾ വാങ്ങുന്നതിനേക്കാളും മുമ്പേ ഞാൻ കുറച്ചധികം സെലക്റ്റീവായിട്ടുള്ള പേഴ്സണാണ് വെൻ ഇറ്റ് കംസ് ടു ഷോപ്പിംഗ്. ഞാൻ ഫസ്റ്റ് ടൈം ബാംഗ്ലൂർ വരുന്നത് 2018 2018 ഒരു ട്രെയിനി ആയിട്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ബാംഗ്ലൂർ എയർപോർട്ടിൽ ഉണ്ടായിരുന്നത്. നമുക്കപ്പോൾ സാലറി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് പാസ് കിട്ടാൻ എയർപോർട്ട് എൻട്രി പാസ് ഉണ്ട്. എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ എല്ലാ എംപ്ലോയീസിനും ഒരു പാസ് ഉണ്ട്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ലേറ്റായി. അങ്ങനെ ഈ ട്രെയിനിങ് ഒരു 8-9 months അങ്ങ് ഡിലേ ആയി. അപ്പോൾ ആ സമയത്ത് ഇടയ്ക്കൊക്കെ വീട്ടിൽ പോകുന്ന സമയത്താണ് ഞാൻ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവാറ്. കാരണം ഞാൻ എയർപോർട്ടിൻ്റെ അടുത്തായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. ബാംഗ്ലൂരുള്ള ആൾക്കാർക്ക് അറിയാം, എയർപോർട്ടിൽ നിന്ന് നമ്മൾ മെയിൻ സെൻട്രൽ സിറ്റിയിലേക്ക് നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. നമുക്കിങ്ങനെ സാലറി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഷോപ്പിങ്ങിനൊക്കെ ആ ടൈം പോകാൻ കുറച്ചധികം ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എനിക്കാണെങ്കിൽ ഷോപ്പിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ കൂടുതലും ലീവിന് വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോകില്ല. അപ്പോൾ ലീവിന് വേണ്ടി വീട്ടിൽ പോകണമെങ്കിൽ ബസ് കിട്ടാൻ വേണ്ടിയിട്ട് സിറ്റിയിലേക്ക് വരണം. ഞാൻ എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് ബസ് എടുത്തിട്ട് ഒരു 2-3 ബസ്സൊക്കെ കയറിയിട്ടാണ് പിന്നെ സിറ്റിയിലേക്ക് വരുന്നത്. അപ്പം ഒരു മോർണിംഗ് ഒരു 10 ആകുമ്പം എൻ്റെ എയർപോർട്ടിൻ്റെ അടുത്തുള്ള PG ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 12-1 ആകുമ്പം ചിലപ്പം സിറ്റിയിലെത്തുമായിരിക്കും. അപ്പോൾ ആ സമയത്ത് അവിടെ എത്തിയിട്ട് പിന്നെ ഈവനിങ് നൈറ്റാണല്ലോ ബസ് വരുന്നത് കണ്ണൂരേക്കുള്ളത്. ഞാൻ ആ ഒരു 6-7 hours ഫുള്ള് നടന്നിട്ട് സ്ട്രീറ്റ് ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ട്. ഓൾദോ ഒരുപാട് സാധനങ്ങളൊന്നും ഞാൻ വാങ്ങാറില്ല. കാരണം എൻ്റെ അടുത്ത് ആ ടൈം പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല, ബിക്കോസ് സാലറി ഉണ്ടായിരുന്നില്ലല്ലോ. ഒരു 6-7 hours ഇങ്ങനെ നടന്നിട്ട് ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ട്, ഈവനിങ് ബസ് വരുന്നത് വരയ്ക്കും. മോസ്റ്റ്ലി എനിക്ക് തോന്നുന്ന അമ്മക്ക് എന്തെങ്കിലും ആയിരിക്കും ഞാൻ വാങ്ങിയിട്ടുണ്ടാവുക ആ സമയത്ത്. പക്ഷെ എനിക്ക് ഷോപ്പിങ്ങിൽ ഇങ്ങനെ വെറുതെ നടന്നിട്ട് സാധനങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഹായ് ഫാമിലി. അപ്പം നമ്മൾ ഏഷ്യൻ്റെ ഫാമിലി, നമ്മളെല്ലാവരും ഫാമിലി. നമ്മൾ അറൗണ്ട് 5:15 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പം ടൈം 6:30 ആവറായി. നമ്മളിപ്പോൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക് ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്ന് പോകുന്നുണ്ട്. പകുതി പോലും എത്തിയിട്ടില്ല ഗൈസ്. ഫുൾ ബ്ലോക്കാണ്. നമ്മൾ സ്റ്റക്ക് ആയിട്ടുള്ളത്. അറിയില്ല ഇന്നെന്നാ പറ്റിപ്പോയി ബാംഗ്ലൂരിൽ നിന്ന്. ബ്ലോക്കിൽ നിന്ന് വണ്ടി മൂവ് പോലും ആവുന്നില്ല അല്ലേ? യെസ്, ഡ്രൈവറായിട്ട് ഈസ് ഓൾസോ ടയേർഡ്. ഇല്ല, അബി ഈസ് ഓൾസോ ടയേർഡ്. കാലെല്ലാം വേനയാവുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ വിഷ്ണുവായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. ഒരു ലിറ്ററലി എത്രയാ ഒരു 2 minutes മുന്നേ വിഷ്ണുവായിട്ട് വിളിച്ചിട്ടുണ്ടായിട്ട് നാട്ടിലേക്ക് ലാൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ചേച്ചിനെ ഞാൻ ബാംഗ്ലൂർ വിളിച്ചെടുത്തിട്ടുണ്ട്. സാഡ്. എപ്പോൾ അങ്ങനെയാണല്ലേ? യെസ്. ഫൈനലി നമ്മളിവിടെ എത്തി. പക്ഷേ ഓൾമോസ്റ്റ് 3.5 hours എടുത്തിട്ടാണ് എത്തിയത് ബിക്കോസ് ഓഫ് ട്രാഫിക്. ഇനി ഇപ്പോൾ വേഗം പോകുന്നത് ഷോപ്പിംഗ് ചെയ്യണം. വീഡിയോസ് എടുക്കാം. ഇങ്ങനെ വെച്ച് നടക്കാം, അതായിരിക്കും നല്ലത്. വന്ന സ്ഥിതിക്ക് ഇതെടുക്കാം.
എനിക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിന്ന് ചേർച്ച് സ്ട്രീറ്റ് പോയി. ചേർച്ച് സ്ട്രീറ്റ് പോയിട്ട് എനിക്ക് 2-3 ഫോർമൽസ് എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അത് അവിടെ നിന്ന് എടുത്തു. ഇവിടെ ഞാൻ അത്യാവശ്യം വേണ്ട ഫോർമൽസ് ആയിരുന്നു വാങ്ങിച്ചത്. അതിനുശേഷം ഞങ്ങളൊരു 1/2 hour to 45 minutes നടന്നിട്ട് പിന്നെ നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അടുത്തൊരു റെസ്റ്റോറൻറ്റ് പോയിട്ട് ഫുഡ് കഴിച്ചതിന് ശേഷം നേരെ റൂമിലേക്ക് പോയി. നാളെ എനിക്ക് ഈവനിങ് ആണ് ബസ് വരുന്നത്. നാളെ ഈവനിങ് പോകണം. നാളെ രാവിലെ അടുത്തുള്ള കുറച്ച് സൂപ്പർ മാർക്കറ്റ്സ് പോയിട്ട് കുറച്ചും കൂടി എനിക്ക് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ അതായിരുന്നു എൻ്റെ ആനുവൽ ലീവിൻ്റെ 9th ഡേ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി, കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി. അപ്പം ഇനി 10th ഡേ എന്തായിരുന്നു എന്ന് കാണാം. ഇന്ന് രാത്രി ഞാൻ തിരിച്ചു പോകും. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് നീക്കാമെങ്കിൽ നല്ല പനി. പക്ഷെ എന്നാലും നമുക്ക് സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങാനുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് എല്ലാം പാക്ക് ചെയ്യണം. കാരണം അതും ഞാനിപ്പോൾ അവിടെ നിന്നെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കണ്ണൂർ പോയിട്ട് അധികം സാധനങ്ങളൊന്നും വാങ്ങേണ്ടി വരുമല്ലോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പോവാണ്. ഈവനിങ് ബസ്സുണ്ട്, ബസ് കിട്ടുമായിരിക്കും. പക്ഷെ ഫീവർ ഉള്ളത് കാരണം ഇപ്പം ഒരു ഈവനിങ് ആകുമ്പോഴേക്കും ഫീവറൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇന്ന് തന്നെ പോകും. അതല്ലെങ്കിൽ ഒരു 1 or 2% ചാൻസസ് ഉള്ളൂ നാളത്തേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. പക്ഷെ മോസ്റ്റ്ലി ഞാനേക്ക് തന്നെ പോകുന്നതായിരിക്കും. ഭയങ്കര ടയേർഡാണ്. ഇനി അബി എല്ലായിടത്തും തിരക്കല്ലേ.
ഒരു 1.5 hours അങ്ങനെ ഡിമാർട്ടിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാകും. കുറച്ചധികം സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. ഞാൻ പിന്നെ മാക്സിമം സാധനങ്ങൾ ഇവിടെ തന്നെ വാങ്ങിച്ചു. സോ ദാറ്റ് എനിക്കിനി കണ്ണൂർ പോയിട്ട് ആദ്യമേ ഈ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടൊന്നും പുറത്ത് പോകണ്ടല്ലോ എന്ന് വെച്ചിട്ട്. പിന്നെ അതിന് ശേഷം കിങ്കിൻ്റെ റൂമിൻ്റെ അടുത്ത് സ്റ്റൈൽ യൂണിയൻ ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് എനിക്ക് ഗ്രീൻ കളർ ടോപ്പ് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ അതെടുത്തു. പിന്നെ കിങ്കി ഭയങ്കര ടയർഡായിരുന്നു. കിങ്കിക്ക് ഫീവറെല്ലാം ആയിട്ടൊന്നും കഴിയുന്നുണ്ടായിരുന്നില്ല. എനിക്കും രാവിലെ എഴുന്നേറ്റപ്പം ഫീവറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മെഡിസിനൊക്കെ കഴിച്ചിട്ട് എനിക്കത് പിന്നെ അത്ര വലിയ സീനില്ല. എനിക്കാകെ ഇവിടെ 2 ദിവസമല്ലേ ഉള്ളൂ. അപ്പം എന്ന് വെച്ചാൽ ഫീവറാന്ന് വെച്ചിട്ട് എനിക്ക് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ ഡേ ഫുള്ള് കൊളായിപ്പോക്കും. അപ്പം പിന്നെ ഞാനതൊന്നും കാര്യമാക്കാണ്ട് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. കിങ്കി പിന്നെ പെട്ടെന്ന് ടയർഡാവും. കിങ്കി കുഞ്ഞിലാവുമ്പോൾ അങ്ങനെ തന്നെയാണ് കിങ്കി. അതിനുശേഷം റൂമിലെത്തിയതിന് ശേഷം നല്ല മഴ ഉണ്ടായിരുന്നു. ഫുഡ് കഴിച്ചു. ഞാൻ കുറച്ച് ടൈം മഴ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഈവനിങ് ഒരു 6:30, 7 ആയപ്പം റൂമിൽ നിന്ന് ഇറങ്ങി. റൂമിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ നമ്മൾ ഇന്ന് രാത്രി പോകുന്നില്ലെങ്കിൽ ആക്ച്വലി ഏതോ ഒരു സ്ഥലം ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ കൂട്ടിയിട്ട് ഇവർ മാംഗോ ജ്യൂസോ മാംഗോ ഷേക്കോ എന്തോ കഴിക്കാൻ കൊണ്ടുപോകാന്നുള്ളത്. പക്ഷേ ഇവരെന്നെ പറ്റിച്ചു ഗൈസ്, ഇവരെന്നെ കൊണ്ടുപോയില്ല. റൂമിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ കിങ്കിൻ്റെയും അബീൻ്റെയും ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ റൂമിലേക്ക് പോയി. അവരുടെ റൂമിൽ പോയിട്ട് അവരെ കണ്ടൊന്ന് ബായ് പറയാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ ഈവനിങ് ആയതിനു ശേഷം പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് ടൈം പോയി. പിന്നെ വിചാരിച്ചു ഞാൻ റെഡി ആയിട്ട് പോകുന്ന വഴിക്ക് അവരെ കണ്ടിട്ട് ബായ് പറഞ്ഞിട്ട് പോകാമെന്നുള്ളത്. ആരും എനിക്ക് ഡയറക്റ്റ്ലി അറിയില്ല, പക്ഷേ ഇതെനിക്ക് കിങ്കിനെ ഫോൺ ചെയ്യുന്ന സമയത്ത് അറിയാം. പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് അങ്ങനെ അവർക്ക് എന്നെ അറിയാം. അപ്പോൾ അങ്ങനെ അവരെ പോയിട്ട് മീറ്റ് ചെയ്തു. പ്രാവശ്യം പിന്നെ വേഗം വന്ന് കുറച്ചധികം തിരക്കായിപ്പോയി. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പം ഇവരുടെ കൂടെ കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ അങ്ങനെ അവിടുന്ന് ഇറങ്ങി. കാരണം ബസ് വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് ടൈം ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് എനിക്ക് അവരുടെ അടുത്തുള്ള ആ ഒരു ഷോപ്പിലെ പഴംപൊരി ഭയങ്കരമായിട്ട് എന്നെ ഇഷ്ടമായി. അപ്പം ഞാൻ വരുന്ന സമയത്തും അവിടെ നിന്ന് 2 പഴംപൊരി വാങ്ങിച്ചിട്ടാണ് വന്നത് എനിക്ക് ബസ്സിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് 2 ബസ് മാറിക്കരാനുണ്ടായിരുന്നു. ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്ന് കലാസപ്പള്ളിയം വരെ ഒരു ബസ്സും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് കണ്ണൂരേക്ക് അടുത്ത ബസ്സും. അപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞ മാംഗോ ജ്യൂസിൻ്റെ കാര്യം, അപ്പോൾ ഇവർ എനിക്ക് മാംഗോ ജ്യൂസ് വാങ്ങിച്ചിടാന്ന് പറഞ്ഞിട്ട് ഇവരെന്നെ പറ്റിച്ചു. അതുകൊണ്ട് ഇവരെന്താക്കിയെന്ന് വെച്ചാൽ ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്ന് ആ സ്ഥലത്ത് പോയിട്ട് മാംഗോ ജ്യൂസ് വാങ്ങിച്ചിട്ട് എനിക്ക് എൻ്റെ അടുത്ത ബസ് ഞാൻ കയറുന്നതിന് മുമ്പ് എനിക്ക് ഇവർ കൊണ്ടു തന്നു. ദാറ്റ് വാസ് സർപ്രൈസ്. എനിക്കറിയുന്നുണ്ടായിരുന്നില്ല അവരങ്ങനെ വരുന്നത്. അപ്പം യെസ്,
എൻ്റെ ബസ് ഓൺ ടൈം ആയിരുന്നു. അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് പോയി. അപ്പോൾ അതായിരുന്നു എൻ്റെ ഡേ 10. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്തത് എൻ്റെ നെക്സ്റ്റ് വ്ളോഗിലോട്ട് കാണാം. മോസ്റ്റ്ലി ഷോർട്സ് ആയിരിക്കും. അടുത്ത എൻ്റെ റിമൈനിങ് ആനുവൽ ലീവ്സിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഷോർട്സിലൂട്ടി ആയിരിക്കും ഉണ്ടാവുക. ലോങ് വീഡിയോസ് ആയിരിക്കില്ല മോസ്റ്റ് പ്രോബബ്ലി. പിന്നെ വീട്ടിലായത് കാരണം ഹെയർ കെയർ വീഡിയോ ഞാനൊന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.